എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അടിപൊളി പടമാണ്, നല്ല സൂപ്പർ പടമാണ്. കാരണം സിബി മലയിലിൻ്റെ അസിസ്റ്റന്റ് സംവിധാനം ചെയ്ത സിനിമയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അതേ മാറ്ററിലുള്ള പിക്ചറാണ് വന്നിരിക്കുന്നത്. നല്ല മൂവിയാണ്, അടിപൊളിയാണ്. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു പടം? സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ? കണ്ണ് നിറഞ്ഞെന്ന് തോന്നുന്നു. നല്ല രസമുള്ള പടം. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാവുന്ന പടമാണ്. പാട്ടും സ്ക്രിപ്റ്റും പിന്നെ ഇതിൻ്റെ ആശാൻ ആക്ടിങ്ങും മൊത്തം ഇമോഷണലായിട്ട് ആ കുട്ടിയുടെ ആക്ടിങ്ങും എല്ലാ പാട്ടും നല്ലതാണ്. ഇന്ന് ഞാൻ വന്നത് എൻ്റെ കസിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ കാണാൻ, അതായത് മെയിനായിട്ട് വന്നത്. പക്ഷേ സിനിമ മൊത്തം ഭയങ്കര നല്ലതാണ്. നല്ല സിനിമ, ഒന്നും പറയാനില്ല. നല്ലൊരു സിനിമ, കുറേ നാളുകൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞ ഒരു നല്ല സിനിമ. എല്ലാം കൊണ്ടും അതിനകത്ത് കാണിക്കുന്ന സീനറികളാവട്ടെ, അതിനകത്ത് ഓരോ ആൾക്കാരാവട്ടെ, അതിനകത്ത് ഓരോ ഡയലോഗുകളാവട്ടെ, എല്ലാം വളരെ നല്ലതായിരുന്നു. നമ്മൾ ആസ്വദിച്ച് കാണുന്ന ഓരോ സീനും അടുത്തത് എന്താണെന്ന് ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ, നല്ല ഗാനം. സന്തോഷത്തോടെ സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സ് നൊന്താൽ നല്ലൊരു സിനിമ, നല്ലൊരു സന്ദേശത്തോടുകൂടി വരുന്ന ഒരു സിനിമ. നല്ല കഥാമൂല്യമുള്ളൊരു സിനിമയാണ്. പിന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഇറങ്ങിയവരെല്ലാം വളരെ ഇമോഷണൽ ആയിട്ടാണല്ലോ, കരച്ചിലിന്റെ വക്കത്തോളം എത്തി വന്ന് കരഞ്ഞു എന്താണ് ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള കഥയാണോ? ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു? റൈഫിൾ ക്ലബ്ബ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ തമിഴിലത്തെ ദേവദർശിനിയുടെ അടിപൊളിയായിട്ട്, പിന്നെ ആശാന്റേട്ടനായിട്ട് വന്ന ചേട്ടൻ അടിപൊളിയായിട്ട്, പിന്നെ കുട്ടിയുടെ സ്റ്റെപ്സായിട്ട് വന്ന സൂപ്പറായിട്ട് കഥ പറയുന്നില്ല, നന്നായിട്ട്. എല്ലാവരും വളരെ ഇമോഷണൽ ട്രാക്കിലാണ് തോന്നുന്നത് അല്ലേ? ഇമോഷണൽ ടച്ചിങ്, ഒരു മദേഴ്സിൻ്റെ ഒരു ഹിന്ദി ഫാമിലി ആയിട്ടാണല്ലേ വന്നത്? അതെ. ഓക്കെ, മോനെങ്ങനെയുണ്ട്? കണ്ടിട്ട് നന്നായിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണോ? നല്ല സിനിമയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ചേച്ചി? അമ്മ എന്നുള്ള ഒരു പദത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഫിലിം. ശരിക്കും കാണേണ്ട ഒരു ഫിലിമാണ്. ചെറിയൊരു ഡ്യൂറേഷൻ ആണെങ്കിൽ പോലും നല്ല ഫിലിമാണ്. ശരിക്കും ഈ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞ് ഇറങ്ങി വരുന്ന ആ ഒരു, നമ്മൾ ഓരോ മൊമെന്റും എക്സൈറ്റഡ് ആണ്, അടുത്ത എന്താ സംഭവിക്കുക എന്നുള്ളത്. നല്ല സിനിമയാണ്, ശരിക്കും നല്ല സിനിമയാണ്. തുടക്കത്തിലൊക്കെ നമ്മൾ എന്തായാലും ത്രില്ലർ മൂഡിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും അതിൽ ഫാമിലി ബോണ്ടിങ്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലമെൻറ്റ് വരുന്നുണ്ട്. ഒരു നല്ല അമ്മയുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എല്ലാവരും കണ്ണു നിറഞ്ഞ് ഇറങ്ങി വരുന്നു. ഇപ്പം ലതാദാസ് മാത്രം ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്നു. ആ സിനിമ വിജയിച്ചിട്ടുണ്ടെന്നാണ്. ക്ലൈമാക്സ് ചിരിക്കാനുള്ളത് കണ്ണ് നിറയുന്ന ഒരു പടം തന്നെ. നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയ നല്ലൊരു ഫാമിലി മൂവിയാണ്. നല്ല എന്താ പറയുക, നല്ലൊരു നന്മയുള്ള സിനിമ. ഫാമിലിക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാനുള്ള ഒരു സിനിമ. അതുപോലെ തന്നെ നല്ല ജന്മകാരിയുടെ ഡയറക്ടറായ തോമസ് സെബാസ്റ്റ്യൻ സാറിൻ്റെ ഡയറക്ഷൻ, വൈപ്രസാദ് സാറിൻ്റെ സ്ക്രിപ്റ്റ്, നല്ല ക്യാമറ, ഗോപിസുന്ദറിൻ്റെ മ്യൂസിക്. അപ്പം പിന്നെ മൊത്തത്തിലേക്ക് മനസ്സിലാക്കിയോ നല്ലൊരു നമ്മൾ കരച്ചിലൊക്കെ പേരെങ്കിലും പക്ഷേ നല്ല ക്ലൈമാക്സ്. ഓക്കെ, സിനിമ കണ്ടിറങ്ങിയ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കണ്ണു നിറഞ്ഞാൽ വരുന്നത്. എന്താ വെച്ചാൽ നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഒരു ശരിക്കും കഥയുടെ ഒരു അമ്മയുടെ കഥയാണോ അതോ? അമ്മയുടെ കഥ തന്നെ പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും അമ്മ മനസ്സിലുണ്ട്. അതാണ് കൂടുതലായിട്ട്. എന്നാലും കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ആ അഭിനയിച്ച ആളെന്നുള്ളതൊരു എന്താ പറയാനുള്ളത്? അതിങ്ങനെ ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റും.